ഞാൻ ജ്ഞാനസ്നാനമൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഇത്രയും പ്രാർത്ഥനയിലൊന്നും വളർന്നിട്ടൊന്നുമില്ല. ജോസഫ് അച്ഛനെ പരിചയപ്പെട്ട കാലമാണ് 2003 പരിചയപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആദ്യ കാലങ്ങളിലാണ് ഞാൻ നല്ല ബിസിനസ് ചെയ്യാണ്. ഞാനുണ്ട്, എൻ്റെ കൂട്ടുകാരനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കൂട്ടുകാരൻ്റെ പേരിപ്പോൾ പറയണില്ല. അപ്പോൾ ഞങ്ങൾ ഈ ട്രേഡിങ് ബിസിനസ്സാണ്. ഈ ഉഴുന്നൊക്കെ ഓൺലൈനിൽ വാങ്ങിച്ച് വിൽക്കുന്ന കച്ചവടമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവനെ ഞാനിങ്ങനെ മാതാവിൻ്റെ പള്ളിയിലൊക്കെ കൊണ്ടുപോകും. ഒരു പ്രാവശ്യം കൃപാസനത്തിലൊക്കെ കൊണ്ടുവന്ന് ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ തന്നെ വരും. പ്രൈസ് ദി ലോർഡ്. ബൈക്കാണ്. അപ്പോൾ അവൻ ഞാൻ ഇവിടെ അച്ഛൻ്റെ അടുത്ത് മെസ്സേജ് എടുക്കണമൊക്കെ അവൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഒരു ദിവസം പറഞ്ഞ്, നമുക്ക് ഉഴുന്ന് വാങ്ങിക്കുന്ന വിൽക്കുന്ന ഓൺലൈനിലാണ്. പ്രൈസ് ദി ലോർഡ്. ഉഴുന്നിൻ്റെ വില കൂടുക, എല്ലാവരും വാങ്ങിച്ചുകൊണ്ടിരിക്കേണ്ട, ചിലവർ വിൽക്കേണ്ട. വില കൂടുമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ഓൺലൈനിലിരുന്ന് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ വില കൂടുമ്പോൾ അത് വിൽക്കാം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഇന്ന് 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചാൽ അത് 1,10,000 ആകുമ്പോൾ വിൽക്കുമ്പോൾ 10,000 രൂപ ലാഭം കിട്ടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അവിടെ നിന്ന് അച്ഛനെ ഫോൺ ചെയ്ത്, അച്ഛോ, അവനിക്ക് മാതാവിൻ്റെ അടുത്ത് ഞാൻ പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ഒരു പ്രാവശ്യം കൃപാസനത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അവനിങ്ങനെ ഒരു ചോദ്യം ചോദിക്കണേ, ഈ ഉഴുന്ന് വാങ്ങിക്കണ വിൽക്കണ, വില കൂടുക കുറയുക? പ്രൈസ് ദി ലോർഡ്. അപ്പം അച്ഛൻ പറഞ്ഞ്, കച്ചവടമൊക്കെ നമുക്ക് മെസ്സേജ് എടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ മെസ്സേജ് എടുത്താൽ അവനിക്ക് നടന്നു കിട്ടിയ അവൻ്റെ കുടുംബം രക്ഷപ്പെടും, അവനിക്ക് വിശ്വാസം കിട്ടുമല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്താ അച്ഛൻ പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലുന്നത്? ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി. അച്ഛൻ പറഞ്ഞ്, ഉഴുന്നിൻ്റെ വില കൂടും കേട്ടാ, വാങ്ങിക്കാൻ പറഞ്ഞോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവനോട് അപ്പം തന്നെ വിളിച്ച് പറഞ്ഞ്, എടാ, അച്ഛൻ മെസ്സേജ് തന്ന് നീ ഉഴുന്ന് വാങ്ങിച്ചോ. പ്രൈസ് ദി ലോർഡ്. അവൻ 7 ലോഡ് ഉഴുന്ന് വാങ്ങിച്ച്. പ്രൈസ് ദി ലോർഡ്. അന്ന് തന്നെ ഓൺലൈനിൽ 7 ലോഡ് ഉഴുന്ന് വാങ്ങിച്ച്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഞങ്ങൾ മറ്റേ വാങ്ങിക്കുന്ന എക്സ്ചേഞ്ച് ഉണ്ട്, പർച്ചേസ്, ഞാൻ അവിടെ പോകാറുണ്ട്. ഞാൻ വാങ്ങിച്ചിട്ടൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇവൻ ഉഴുന്ന് വാങ്ങിച്ച അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും വില കുറഞ്ഞ് 1 രൂപ അങ്ങോട്ട് കുറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവൻ പതുക്കെ അടുത്ത് വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, നീ വാങ്ങിക്കാൻ പറഞ്ഞ് അച്ഛന് മെസ്സേജ് കിട്ടിയെന്ന് പറഞ്ഞ്, പക്ഷെ കൂടുന്നതിന് പകരം വില കുറയല്ലേ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ്, 1 രൂപയിലേ കുറഞ്ഞിട്ടുള്ളൂ. 1 രൂപ കുറഞ്ഞാൽ 70,000 രൂപ പോയി അവനിക്ക്. നീ ഒരു ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യ്, കൂടും. അച്ഛൻ മെസ്സേജ് തന്നതല്ലേ, നമുക്ക് ദൈവം തന്ന മെസ്സേജാണ്. അച്ഛൻ ദൈവത്തോട് ചോദിച്ചതല്ലേ. അടുത്ത ദിവസം ആയപ്പോൾ 200 രൂപ കൂടി കുറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 1,40,000 1,40,40,000 രൂപ കുറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ആദ്യത്തെ ദിവസം തന്നെ ഇവനിങ്ങനെ 4 പേരുടെ മുമ്പിൽ വെച്ചാൽ ചോദിച്ചത്. അപ്പോൾ അത് 2ാമത്തെ ദിവസം കുറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്ത്, ഇവിടെ ഉറപ്പായിട്ട് മാർക്കറ്റ് കൂടും. എനിക്ക് വാങ്ങിക്കാൻ ആഗ്രഹമൊന്നുമില്ല, നീ 7 വാങ്ങിച്ചാൽ ഞാൻ 30 ലോഡ് എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ 30 ലോഡ് എടുത്ത്. പ്രൈസ് ലോഡ്. പർച്ചേസ് ചെയ്ത് വാങ്ങിച്ച്. എന്താന്ന്, നമ്മളെ ദൈവം ചെറുതാകുകയല്ലേ. പ്രൈസ് ലോഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ 30 വാങ്ങിച്ച്. 30 വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം 1 രൂപ കൂടി കുറഞ്ഞു. അപ്പോൾ 2,10,000 രൂപ എനിക്ക് നഷ്ടം, എനിക്ക് 3 ലക്ഷം രൂപ നഷ്ടം. പ്രൈസ് ലോഡ്. കണക്ക് കൃത്യമായിട്ട് ഞാൻ പറയാം ഒരു ഉദ്ദേശം. 3 ലക്ഷം നഷ്ടം. ഇവൻ എന്ത് ചെയ്ത്, അത് വിറ്റ് കളഞ്ഞ്. 4 പേരുണ്ട് അവിടെ വെച്ച് കളിയാക്കുന്ന പോലെ പറഞ്ഞിട്ട് മെസ്സേജ് എടുത്ത്, ഇപ്പോൾ 2,10,000 രൂപ നഷ്ടം വന്ന് ഞാൻ വിൽക്കുകയാണെന്ന് പറഞ്ഞാൽ 2,10,000 രൂപ അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട്. എനിക്ക് 3 ലക്ഷം പോയി. എന്നോട് പറഞ്ഞ്, മെസ്സേജൊന്നും ഇതൊന്നും കറക്റ്റില്ല, നീ അത് വിറ്റ് കള. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ 3 ലക്ഷമല്ലേ പോയുള്ളൂ, നാളെ വേറെയും പ്രശ്നമാകുമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് ഇനിയും 1 രൂപ കുറഞ്ഞ്. അപ്പോൾ എനിക്ക് നഷ്ടം 6 ലക്ഷം. അവനിക്ക് 2,10,000 അവൻ രക്ഷപ്പെട്ട്. പ്രൈസ് ദി ലോർഡ്. അടുത്ത ദിവസം നോക്കുമ്പോൾ ഇനിയും കുറഞ്ഞ്. അപ്പോൾ 9 ലക്ഷം എനിക്ക് നഷ്ടം. അപ്പോൾ അവിടെ ഇരുന്ന് കളിയാക്കലായി, ഇവരെല്ലാം കളിയായി മാറി. ഈ അന്ധവിശ്വാസം വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അടുത്ത ദിവസം പിന്നെയും 1 രൂപ കുറഞ്ഞ് 12 ലക്ഷം നഷ്ടം. ഞാൻ അച്ഛനെ വിളിച്ച്, അച്ഛോ, എല്ലാം കളിയാക്കിയാണ്, ഇപ്പോൾ 12 ലക്ഷം രൂപ നഷ്ടമായി, നീ എന്തിനു വാങ്ങിക്കാൻ പോയി എന്ന് എന്നോട് ചോദിച്ചു.
മാർക്കറ്റ് അച്ഛൻ പറഞ്ഞ് വില കൂടുമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ എല്ലാവർക്കും കൂടുമല്ലോ, ഒരാൾക്ക് മാത്രം കൂടാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ വാങ്ങിച്ച്, അത്രേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എതിരായിട്ട് വരുന്നുണ്ടല്ലോ മെസ്സേജിൻ്റെ, ഇതിലെന്താ ലാഭം എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ് ഇതിൽ ലാഭം വിശ്വാസം തന്നെയാണ് ലാഭം, നീ വിശ്വാസം ലാഭിച്ച്. പ്രൈസ് ദി ലോർഡ്. 12 ലക്ഷം രൂപ നഷ്ടപ്പെട്ടപ്പോൾ നീ ലാഭിച്ചത് വിശ്വാസമാണ്. നിൻ്റെ ആ ചെറിയ വിശ്വാസം വലിയ വിശ്വാസമായി. ഇത്രയും അപമാനപ്പെട്ടപ്പോൾ നീ നിലച്ച് നിന്ന് അതിൽ ലാഭം കിട്ടി. അടുത്ത ദിവസം ഇനിയും 1 രൂപ കുറഞ്ഞ് 15 ലക്ഷം രൂപ നഷ്ടം. ഞാൻ വിചാരിച്ചു ഇനി ഈ ഉഴുന്നിൻ്റെ മൊത്തം കാശും, നമ്മൾ ഉഴുന്ന് ഫിസിക്കലിലാണ് വാങ്ങിക്കണം, പൈസ കെട്ടിക്കൊണ്ടിരിക്കണം, ഓൺലൈനിലാണ് വാങ്ങിക്കുന്നത്. ഇങ്ങനെ നഷ്ടം വന്ന് അത് 30 ലക്ഷം രൂപ നഷ്ടത്തിലേക്ക് വന്നിട്ട് ഒരു കയറ്റം കയറി. അത് പ്രൈസ് ദി ലോർഡ്. കയറിയിട്ട് എനിക്ക് ആ കച്ചവടത്തിൽ 60 ലക്ഷം രൂപ ലാഭം കിട്ടി. പ്രൈസ് ദി ലോർഡ്.